ഇയാളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം സാർ റഷ്ടി, അത് തന്നെ റഷ്ടി. നാട്ടിൽ തിരിച്ചു വന്നിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് തുടങ്ങിയായിരുന്നു. ഇതൊക്കെ 2012 ആ സമയത്താണ്. ഇപ്പൊ ആ സ്റ്റാർട്ടപ്പ് പറഞ്ഞ എല്ലാവർക്കും അറിയാം. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്വിഗ്ഗി ജീനി വലിയ പോർട്ടർ ഉണ്ടല്ലോ, ആ സെയിം സാധനം നമ്മൾ റഷ്ടിയോ എന്നുള്ള പേരില് 2012 ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് ബിസിനസ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ അത് തിരുവനന്തപുരത്ത് തുടങ്ങിയോണ്ടാവാം. അപ്പൊ ഞാൻ എപ്പോഴും തമാശക്കല്ല, ഞാൻ വല്ല ബാംഗ്ലൂരിലും ഇത് തുടങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ മറ്റേ സ്വിഗ്ഗി ആയിട്ടിരുന്നത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ആ ബിസിനസ് നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. അന്ന് നമുക്ക് ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സമയം 11-12 എന്നൊക്കെ പറയുന്ന സമയം വെച്ചാൽ ട്രിവാൻഡ്രത്ത് പർട്ടിക്കുലർലി, കൊച്ചി കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആണ് ആ കാര്യത്തില്. ട്രിവാൻഡ്രത്തൊന്നും വാട്സാപ്പ് തന്നെ ഒരു ഓൾഡ് ജനറേഷൻ ഏറ്റെടുത്തിട്ടില്ല ആ സമയം. അപ്പം നമ്മള് ഇപ്പൊ ആപ്പ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കുറച്ച് ഫാർ ഫെച്ച്ഡ് ആയിട്ട് അന്നേന്ന് വാട്സാപ്പ് വരെ എത്തിയിട്ടില്ല. അപ്പൊ ആ സമയമായിരുന്നു അത്. ആ സമയം പക്ഷെ നല്ല ട്രാക്ഷൻ ആണ്. തിരുവനന്തപുരത്തുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് റഷ്ടി എപ്പോഴും സൗത്ത് ലൂമില് നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോ ഇയാളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം സാർ റഷ്ടി, അത് തന്നെ.